നമസ്കാരം. പ്രധാന വാർത്തകൾ. അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകിയില്ല. വിജിലൻസ് ഉദ്യോഗസ്ഥന് കോടതിയുടെ ശകാരം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ഷിബു പാപ്പച്ചനാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിമർശനം. റിപ്പോർട്ട് സർക്കാരിന് നൽകിയെന്ന് ഡിവൈഎസ്പി അറിയിച്ചപ്പോൾ എന്തുകൊണ്ട് കോടതിയിൽ നൽകിയില്ല എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് മെയ് 12-ന് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അജിത് കുമാറിനും പി ശശിക്കുമെതിരായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ സ്വകാര്യ ഹർജിയിലെ അന്വേഷണമാണ് കോടതി പരിഗണിച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ സന്തോഷ് വർക്കിക്ക് ജാമ്യം. ചലച്ചിത്ര അഭിനേത്രിമാരെ അപമാനിക്കുന്ന പ്രസ്താവനയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം. ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് സന്തോഷ് വർക്കിക്ക് ജാമ്യം അനുവദിച്ചത്. സന്തോഷ് വർക്കിക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ അനിവാര്യമല്ലെന്നും കോടതി പറഞ്ഞു. സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന സന്തോഷ് വർക്കി കോടതിക്ക് കർശന മുന്നറിയിപ്പ് നൽകി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ച് പ്രസ്താവന നടത്തരുതെന്ന് കോടതി താക്കീത് നൽകി. നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് വിധി പറയാൻ മാറ്റി. കോടതിയിൽ തൊഴുകൈകളോടെ പ്രതി. കേരളത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ വിധി പറയുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി. കോടതിയിൽ തൊഴുകൈകളോടെയാണ് പ്രതിയായ കേതൽ ജെൻസൺ രാജ നിന്നത്. തിരുവനന്തപുരം 6-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മാറ്റിയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ കൊന്ന കേസിൽ കേതൽ ജെൻസൺ രാജയാണ് ഏക പ്രതി. 2017 ഏപ്രിൽ 9-നാണ് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജാതങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കേതൽ കൊലപ്പെടുത്തിയത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ആത്മാവിനെ മോചിപ്പിക്കാനുള്ള കേതലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കാശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു നിന്നും പാകിസ്ഥാൻ പൗരനെ പിടികൂടി ഇന്ത്യൻ സൈന്യം. ജമ്മുകാശ്മീരിലെ പുഞ്ചിൽ ഇൻഡോ പാക് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. പാക് സൈനികനാണ് ഇയാളെന്നാണ് സൂചന. ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജസ്ഥാനിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം നിന്ന് അതിർത്തി സുരക്ഷാ സേന ഒരു പാകിസ്ഥാൻ റേഞ്ചറെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പൂഞ്ചിൽ മറ്റൊരു പാകിസ്ഥാൻ പൗരൻ പിടിയിലായത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സൈന്യം അതീവ ജാഗ്രതയിലാണ്. പാക് പൗരൻ പിടിയിലായതോടെ സുരക്ഷാ സേനാ മേഖലയിൽ നിരീക്ഷണവും പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിലെ അണക്കെട്ടുകൾക്ക് സുരക്ഷ കൂട്ടി. സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകൾക്കും സുരക്ഷ കൂട്ടിയതായിട്ടാണ് റിപ്പോർട്ട്. കൂടുതൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തി. വൈദ്യുത ഉൽപാദന ജലസേചന ഡാമുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങൾക്കും സുരക്ഷ കൂട്ടി. കേന്ദ്രത്തിന്റെ അടുത്ത അറിയിപ്പ് ലഭിക്കും വരെ അധിക സുരക്ഷ ഉണ്ടായിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്രം കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. കേരളമടക്കമുള്ള കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുമാണ് ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത്.